ബന്ധപ്പെട്ട് രാഗി ടീച്ചർ സാക്ഷി ടിവിയോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. മനസ്സ് നന്നാവട്ടെ. നിലവിലെ MMHSS സ്കൂളിലെ NSS യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ എല്ലാ കുട്ടികളും ഈ ഒരു പ്രോഗ്രാമിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം ഓഫീസർ ഹാരിസ് സാറാണ്. ഹാരിസ് സാറിന്റെ സജീവ സാന്നിധ്യത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ വികാസമാണ് ഞങ്ങൾ ഈ ഒരു ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പാചകം ഉൾപ്പെടെ അവരുടെ എല്ലാവിധ വികസനത്തിനും ഞങ്ങളാൽ കൊണ്ടൊക്കുന്ന എല്ലാവിധ സഹായങ്ങളും ഈ ക്യാമ്പിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. NSS യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർ ശ്രീ ഹാരിസ് സാർ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹം ഈ ക്യാമ്പിനെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കും. നമസ്കാരം. മനസ്സ് നന്നാവട്ടെ. നമ്മൾ നിലമേ MMHSലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങിയ NSS യൂണിറ്റിന്റെ പ്രവർത്തനമാണ് ബേക്കൽ ഗവൺമെന്റ് മുസ്ലിം LPS വെച്ച് 7 ദിവസത്തെ പ്രോഗ്രാമായി നടക്കുന്നത്. ഡിസംബർ 21 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സപ്തദിന സഹവാസ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഉണർവ് 2024 എന്ന പേരിലാണ് നമ്മുടെ ക്യാമ്പ് എന്ന പേര് നൽകിയിട്ടുള്ളത്. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നാണ് നമ്മുടെ ആപ്തവാക്യം. അതിൽ അധിഷ്ഠിതമായാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ നടത്തുന്നത്. രാവിലെ കർമ്മപരിപാടികളും ഉച്ചയ്ക്ക് ശേഷം ഓറിയന്റേഷൻ ക്ലാസ്സുകളും വൈകുന്നേരം കൾച്ചറൽ ആക്ടിവിറ്റീസുമായി കുട്ടികളുടെ വിവിധ വ്യത്യസ്ത തരങ്ങളിലുള്ള കലാപരിപാടികളും കർമ്മപരിപാടികളും ഓറിയന്റേഷൻ ക്ലാസ്സുകളുമാണ് നടക്കുന്നത്. ഇത് കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായ രീതിയിലായിരിക്കും. അവർക്ക് വ്യത്യസ്ത അനുഭവങ്ങളാണ് ഇതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ആ കുട്ടികൾക്കെല്ലാം ഇപ്പോൾ തന്നെ വളരെ ആക്റ്റീവായി എല്ലാവരും ഈ ക്യാമ്പിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്യാമ്പിന് പൂർണ്ണ പിന്തുണ നൽകുന്ന നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും PTA-യും മാന്യ രക്ഷകർത്താക്കളും സ്റ്റാഫുകളും എല്ലാവരുമാണ്.
എന്നോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. NSS യൂണിറ്റിന്റെ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ വേക്കൽ സ്കൂളിൽ നടക്കുന്നത്. അതിന്റെ ലീഡർ എന്ന് പറയുന്നത് റിജോയാണ്. അപ്പോൾ നമുക്ക് റിജോയുമായിട്ട് ഇതിന്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാം. റിജോ, എന്തൊക്കെയുണ്ട്? ഇവിടെ എല്ലാവർക്കും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ NSSന്റെ കാര്യത്തിന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ശുചിത്വം, കാട് പിടിച്ചിടക്കുന്ന സ്ഥലം വൃത്തിയാക്കാൻ, ഓഫീസുകൾ വൃത്തിയാക്കാൻ, ഗവൺമെൻറ് ഓഫീസുകൾ വൃത്തിയാക്കാൻ അതിനൊക്കെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരെയും നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് ഒരു പടി മുന്നോട്ടെടുത്ത്. NSSന്റെ ലീഡർ ശ്രീ ആൽബിൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ആൽബിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇതിപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ദിവസമാണ്. മൊത്തത്തിൽ നമുക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം വളരെ മനോഹരമായി പോകുന്നുണ്ട്. കാരണം ഫുഡായാലും എല്ലാ ടീച്ചർമാരായാലും ഈ ക്യാമ്പ് ഫുള്ളായിട്ട് നടത്തുന്നത് നമ്മളുടെ ഒരു ചുമതലയാണ്. അതായത് ഇപ്പോൾ രാവിലെ അസംബ്ലി തൊട്ട് വൈകുന്നേരം കാപ്പിയും ഭക്ഷണവും എല്ലാം. ഇപ്പം പാചകത്തിലായാലും നമ്മൾ പിള്ളേരാണ്, അതായത് നമ്മളെ കുട്ടികളായിരിക്കും എല്ലാം ചെയ്യുന്നത്. വളരെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളിപ്പോൾ വീട്ടിൽ ഒന്നും ചെയ്യാതെ നമ്മൾ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അമ്മ പറഞ്ഞാലും ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഈ ഒരു ക്യാമ്പിൽ വന്നതിന് ശേഷം നമ്മളിപ്പം കാടായാലും നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്, സമൂഹമായിട്ടൊരു ഇടപെടാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആ യൂണിറ്റിന്റെ അംഗമായ ഐഷമോളോട് ഇതിന്റെ അനുഭവങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. മനസ്സ് നന്നാവട്ടെ. ഞാൻ MMHS നിലമേലിലെ ഒരു അംഗം, NSS യൂണിറ്റിലെ ഒരു അംഗമാണ്. ഈ ക്യാമ്പ് ഉടനീളമായിട്ട് നടക്കുന്നത് 7 ദിവസമാണ്. അതായത് 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെ. നമ്മുടെ ക്യാമ്പിൻ്റെ പേര് ഉണർവ് എന്നാണ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതിലൂടെ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനിയുള്ള 6 ദിവസങ്ങളും നമുക്ക് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ നൽകും. നമ്മൾ 7 ദിവസത്തെ ക്യാമ്പിനാണ് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. 7 ദിവസം നമ്മൾ എങ്ങനെയൊക്കെ സ്റ്റേജ് ഫിയർ മാറ്റാനും എങ്ങനെയൊക്കെ പരിസരം വൃത്തിയാക്കാനുള്ള ഒരു ക്ലാസ്സിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പൊതു സൽക്കരണ ക്ലാസ്സിനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്.